ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പ ഉലർത്തിയത് ഒരു കപ്പ മസാല. ഓക്കെ, അതിനുവേണ്ടി ഇതേ കപ്പ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് ഇതേ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി. എൻ്റെ കയ്യിൽ പേളോണി എന്ത് ചെയ്തേ ഇത്രയും വലുതാട്ടോ. അങ്ങനത്തെ 4 എണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ 8 എണ്ണമൊക്കെ എടുക്കുക. 8 തൊട്ട് 10 വരെയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി ഉണ്ട്. ഇതേ സൈസിൽ 5 വെളുത്തുള്ളി, ഇച്ചിരി വലുതാണ്. അതാണെങ്കിൽ ഞാൻ തൊലി ആ ഔട്ടർ ലെയർ മാത്രം കളഞ്ഞിട്ട് ബാക്കി തൊലിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് ചതച്ച എന്താണ് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്കൊക്കെ. ഓക്കെ, പിന്നെ കറി ലീഫ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിനകത്ത് വെച്ച് ഒന്ന് ഇതെല്ലാം ചതച്ചെടുക്കാൻ പോകും. ഏളോണിയൻ 5 ഗാർലിക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറി ലീഫ് 12 ഡ്രൈ റെഡ് ചില്ലി, 1.5 കപ്പ് തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാൻ കടുകും മുളകും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുക. ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കപ്പ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കാം കേട്ടോ. തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് കപ്പ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം അവിടെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് പയ്യെ ഓരോന്നൊക്കെ ചതച്ചൊക്കെ വെക്കാം. നമുക്ക് ആദ്യം ഇത് ഡ്രൈ ആയിട്ടുള്ള വറ്റൽ മുളകൊന്ന് ചതച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക ഇതൊക്കെ ഇടാം, തണ്ട് പോലെ, അല്ലെങ്കിൽ എടുത്ത് കളയാം കേട്ടോ. ഞാൻ ചിലതിൻ്റെയൊക്കെ ഇത് എടുത്ത് കളഞ്ഞു. ഇതേപോലെ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ പൗഡർ പോലെ ആക്കണ്ട കേട്ടോ. എന്നാൽ ഇത് കിടക്കുമ്പോഴൊരു ഭംഗിയൊക്കെ വരുന്നു കറിക്കൊക്കെ. ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട, കുറച്ച് വലുതായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിടന്നോട്ടെ. ഓക്കെ, ഇതേപോലെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചു. നെക്സ്റ്റ് ചെറിയ ഉള്ളി. ഓക്കെ, കപ്പ കുക്ക് ചെയ്യാനുള്ള വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിപ്പം കപ്പ ഇട്ട് കൊടുക്കാം. ഇതേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതേ കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കപ്പ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചേറെ വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേന് നമുക്ക് ഇതൊക്കെ ചതച്ച് വെക്കാം. ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് ഉള്ളിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കാം. ഇവിടെ എനിക്ക് പേളോണിയും വലുതാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളി അതേപോലെ അങ്ങിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇതിപ്പം ഇതാണ് എനിക്ക് കിട്ടുന്ന പേളോണിയും ചെറിയ ഉള്ളി. അപ്പം അത് ഇങ്ങനെ ചതയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനൊന്ന് അരിഞ്ഞിട്ട് ചതച്ചെടുക്കാൻ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതവിടെ നിന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ചെറിയ ഉള്ളി ഇതേപോലെ ഉണ്ടോ ചതച്ചെടുത്തിട്ടോ. ചതച്ച് എടുത്ത് മാറ്റി വെക്കുക. നമുക്കിനി വെളുത്തുള്ളി ചതയ്ക്കാം. ഓക്കെ, നമ്മുടെ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി കട്ടിയുള്ള തൊലി എടുത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഒരു ലെയർ തൊലി വെച്ചിട്ടുണ്ട് അവിടെ. അതിപ്പം ഇങ്ങനെ എന്താ പറയുക വറക്കുമ്പോഴൊക്കെ വഴറ്റുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, ഇതേപോലെ ചതച്ചെടുത്തു. കണ്ടോ, അതെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടോ മാറ്റി വെക്കുക. ഇത് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. തേങ്ങ ഇതിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങനെ അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ചതച്ചെടുക്കട്ടെ. ഇതേപോലെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടിടുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ചതച്ചിടുന്നത്. ഇതിപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴേ ഓക്കെ കുക്ക് ചെയ്ത് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഉണ്ടോ ഇതിപ്പോൾ സോഫ്റ്റ് ആവുന്നുണ്ട്. കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഓക്കെ, സാൾട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പം 2 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ ഡ്രെയിൻ ചെയ്യാൻ പോവാം. ഇനി നമ്മൾ ഈ അരപ്പിട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ചാൽ അത് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. ഓക്കെ, ഓഫ് ചെയ്തു. നിറയെ വെള്ളം ഒഴിച്ചല്ലേ ഇത് കുക്ക് ചെയ്തത്. അപ്പം നമുക്കിതുപോലെ ഇങ്ങനെ
ഡ്രെയിൻ ചെയ്തെടുക്കുക. കണ്ടുവിടണം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്ത് ഇതേപോലെ എടുത്ത് വെക്കുക. ഡ്രെയിൻ ചെയ്ത് വെച്ചു. ഇവിടെ വെന്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ ആക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഓക്കെ, തേങ്ങ ഇതേപോലെ ചതച്ച് വെച്ചു കേട്ടോ. അപ്പം എല്ലാം റെഡിയായിട്ട് കപ്പ കുക്ക് ചെയ്ത് വെച്ചു. എല്ലാം ചതച്ച് വെച്ചതേ വറ്റൽമുളക്, തേങ്ങ, ഗാർലിക്, ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് കടുകൊക്കെ ഇട്ട് വറുത്തതിനകത്തോട്ട് ഇതൊക്കെ ഇട്ട് എടുക്കാം. ഓക്കെ, ഞാനെല്ലാം ഞാൻ ചതച്ച് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറി ലീഫ് കൂടെ അങ്ങനെ ചതച്ചിട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും, ഇത്തിരി ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കറി ലീഫ് കൂടെ ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ച് വെച്ചിട്ടോ. കുറച്ച് കറി ലീഫ് ഉണ്ട് കടുക് വറുക്കുമ്പോൾ ഇടാൻ. ചതച്ചുകൂടെ ഇടുമ്പോൾ ഇത്തിരിയുടെ ഒരു ടേസ്റ്റ് വരും. ഓക്കെ, അപ്പം കുറച്ച് നമ്മളിപ്പോൾ അരയ്ക്കുമ്പോൾ അരക്കിനകത്തിട്ട് അരച്ചെടുക്കുമ്പം ആ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് ചതച്ചിട്ടു. പിന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ച് നമ്മളിതെല്ലാം ഒന്ന് കുക്ക് ചെയ്യണമല്ലോ അടച്ച് വെച്ച്. അപ്പോൾ ഒരു കുറച്ച് വെള്ളം വേണം. അതിനൊരു കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഇത് ഓരോന്നായിട്ടിട്ട് പിന്നെ അതിനകത്തോട്ട് തേങ്ങയൊക്കെ ഇട്ട് പിന്നെ കപ്പയൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കടുകും മുളകും കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകട്ടോ. കടുക്, വറ്റൽമുളക്, കറിയിലേക്ക് ഇട്ട് കൊടുക്കും. വറുത്ത് വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഞാൻ ഇതില്ലേ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ വഴറ്റി എടുക്കാം. ചതച്ച് വെച്ച കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിട്ട് ചില്ലി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 മിനിറ്റ് വറുത്തെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ചതച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങയും കൂടി ഇട്ട് 2 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഞാൻ 1 മിനിറ്റും, ലോ ഫ്ലെയിം മീൻസ് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഞാനൊന്ന് ഇത് വറുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ആ കപ്പയില്ലേ ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കപ്പ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാൻ കപ്പനത് ഇട്ട് കൊടുക്കും. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓക്കെ, എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഉടച്ച് ചേർക്കാം. ഓക്കെ, ഒത്തിരി വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക. ഓക്കെ, ഇടയ്ക്കിട്ടൊന്ന് ഉടച്ചിട്ട് നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് തരാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഉടച്ചതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഈ മിക്സ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് 6 മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഇച്ചിരി ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചില്ലേ, ചൂടുവെള്ളം, അതൊന്ന് ഇത്തിരി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. എല്ലാം ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ. ഒത്തിരി വേണ്ട, ഒരു 1/4 കപ്പ്. ഓക്കെ, 1/4 കപ്പ് ഒഴിച്ച് കൊടുത്തു. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടുക്കി പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുക കേട്ടോ. ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഒരിത്തിരിയും കൂടെ വെള്ളം ഒഴിച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉടച്ചൊന്നുകൂടി കേട്ടോ. എന്നിട്ട് പിന്നെ ഒരിത്തിരിയും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ പിടിച്ച് വരാം കേട്ടോ. നമ്മൾ തേങ്ങയും ഈ കപ്പയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഞാൻ ഒരു 7 മിനിറ്റ്സോളം നന്നായിട്ട് ഇളക്കി ഉടച്ചെടുത്തു. വെച്ചാൽ ഇച്ചിരി വലിയ കഷ്ണമായിട്ടുള്ളതൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തു. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുത്ത് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ച് കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊന്ന്
5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഞാൻ നന്നായിട്ട് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയും തേങ്ങയും കപ്പയും കൂടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ട് കഷ്ണമൊന്നും അങ്ങനെ ഒത്തിരി ഉടയാത്ത രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കേട്ടോ. ഞാൻ എടുത്ത് നോക്കുക. അങ്ങനെ വെള്ളം പോലൊന്നും ഇരിക്കത്തില്ല, നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ വെള്ളം ഇട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഞാൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അതിൽ നമ്മുടെ മസാല കപ്പ കപ്പ ഉലർത്തിയത് മസാല കപ്പ ഈസ് റെഡി. ഇതിങ്ങനെ നമ്മൾ എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് റെസ്റ്റ് ചെയ്താൽ തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കും കേട്ടോ. ഞാൻ 10 മിനിറ്റ് ഇപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റുമ്പോൾ. ഓക്കെ, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. റെസ്മിയുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോകും. ഓക്കെ, ഒരു വാഴയിലേക്കകത്തൊക്കെ വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് വെക്കാൻ പോകും. ഓക്കെ, നമുക്കപ്പം ഇതിനകത്തോട്ട് ഇട്ട് വെക്കാം. ഇതാണ് എൻ്റെ സെർവിങ് ബൗൾ. നമ്മുടെ കപ്പ ഞാനൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റാൻ വിചാരിച്ചിരിക്കുന്നല്ലേ. ജിങ്കി വന്നിരിക്കുന്നുണ്ടോ നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. യമ്മി യമ്മി. തേങ്ങയും ഒക്കെ ഒന്ന് വറുത്തിട്ടിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, നല്ല ഉടഞ്ഞ് വരും കേട്ടോ. ഉടഞ്ഞു പോകുന്ന കപ്പയുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മസാലക്കപ്പ. അതിൻ്റെ കൂടെ ഈ നെയ്മീൻ കറിയും കൂടെ നിങ്ങൾ വെച്ച് നോക്കുക. രണ്ടിൻ്റെയും റെസിപ്പി ഇതിൻ്റെ റെസിപ്പിയും ലക്ഷ്മീസ് റെസിപ്പീസിൽ പോയി കാണാം കേട്ടോ. ഈ നെയ്മീൻ വറുത്തരച്ച് അതും ഈ മസാല കപ്പ വഴറ്റിയതും കൂടെ ഒന്ന് വെച്ച് അടിപൊളിയായിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കുക. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇത് ചുമ്മാതെ കഴിക്കാനല്ല കേട്ടോ, സ്നാക്സ് ആയിട്ടൊക്കെ. അങ്ങനെ മീൻ വേണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ മീൻ വറുത്ത നെയ്മീൻ ഉള്ളതുകൊണ്ട് എടുക്കുക കേട്ടോ. അതുകൊണ്ട് എടുത്തന്നേ ഉള്ളൂ. തന്നെ കഴിക്കാനും നല്ലതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.